പരസ്യമായിട്ടല്ല, ഹിക്മത്തോടുകൂടെ പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അതിന് പ്രത്യേകമായ ഒരു വീഡിയോ ഒക്കെ ഇട്ട് അയാളുടെ ആ വീഡിയോന്റെ പേസ്റ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് കണ്ട പറഞ്ഞിട്ടോ എന്നിട്ട് അയാളെ തെറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാം. അതിന് നമ്മൾ മീംസ് എന്ന് പറയും. ചിലപ്പോ ചില സമയത്തിൽ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കും, റിയാക്ഷൻ വീഡിയോ എന്ന് പറയും. ഇങ്ങനെ പല ഐറ്റംസ് പേര് വിളിച്ചു കണ്ടായിരിക്കും പറയാം. പക്ഷെ സംഗതി ഒക്കെ എന്താണ്? ആളെ കളിയാക്കാൻ ബഹുമാനിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ് മനുഷ്യന്മാർ. കറമല്ലാഹു ബനി ആദം വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരും മനുഷ്യനെ നിന്ദിക്കുന്നതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. മനുഷ്യനെ പല കോലത്തിൽ നിന്ദിക്കല് വരും. അതിന്റെ ഒരു ഘട്ടമാണ് ശാരീരികമായിട്ട് മനുഷ്യനെ നിന്ദിക്കാം. എന്ന് വെച്ചാൽ മനുഷ്യനെ കാലോണ്ട് ചവിട്ടുക. ചിലപ്പോൾ ഉറങ്ങി കിടക്കുന്ന ആളെ കാരണം നമ്മൾ നിസ്കരിക്കാൻ ജമാഅത്തിന് അങ്ങോട്ടപ്പോ റമദാനിന് കടന്നിറങ്ങിയ കാരണം പാവം കേട്ടോ, ഓനെ വിളിച്ചെങ്ങനെ എണീക്ക് എണീക്ക് എണീക്ക്, നമ്മളെ കാലോണ്ട് ഓനെ ചവിട്ടാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു ബഹുമാനിച്ച ഒരു മനുഷ്യനാണത്. ആ മനുഷ്യനെ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി നിന്ദിക്കാം, കാലിന്റെ അടിയിലാക്കുക. മറ്റു രൂപം വരെ ഇങ്ങനെ എല്ലാവരും സൊഫിട്ടിരിക്കുമ്പോ മുന്നിക്ക് വരണം. എങ്ങനെ വരണ്ടേ? എല്ലാവരും അടി കൂടെ വരാൻ പാടുള്ളൂ. ഈ കാലെങ്ങാനും ഓന്റെ ശരീരത്തിന്റെ ഇതിന്റെ മേലെ പൊന്തി വന്നാൽ അത് അവനെ നിന്ദിക്കലാം. സൊഫിന്റെ അടി കൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ പിൻഭാഗം അവരുടെ മൂന്തയിലേക്ക് മുഖത്തിലേക്ക് ആകണ കോലത്തിലും നടക്കാൻ പാടില്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഭാവമായി പറഞ്ഞു. തങ്ങളോട് ഒരാൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിക്കാണെങ്കിൽ വഅലൈക്കും അസ്സലാം എന്ന് പറയാൻ വേണ്ടി വഅലൈക്കും അസ്സലാം ഇങ്ങനെ പറയില്ല. കാരണം അയാളിലേക്ക് തിരിയുമ്പോ പിൻഭാഗം മൂപ്പനിലേക്കാവെന്ന് പറഞ്ഞിട്ട് ശരീരം മുഴുവനും തിരിക്കും. ഇത് ഹദീസിലുള്ളതാണ്. മുഴുവനായിട്ട് തിരിഞ്ഞിട്ട് വഅലൈക്കും അസ്സലാം എന്ന് പറയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തങ്ങളെക്കാളും ശ്രേഷ്ഠമായത് വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഹബീബായ തങ്ങളെക്കാളും ശ്രേഷ്ഠമായത് ഈ ലോകത്ത് ആരുള്ളത്? ഒരാളില്ല. ആ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മുടെ പിൻഭാഗം ഇങ്ങനെ മറ്റുള്ളവന്റെ മുഖത്തേക്കാകുന്ന കോലത്തിൽ നടക്കാൻ പാടില്ല. അയാളുടെ ശരീരത്തിന്റെ മേലെ ചാടി കിടക്കുന്ന കോലത്തിൽ നടക്കാൻ പാടില്ല. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദഫ്മുട്ട് എന്ന പരിപാടി ഉണ്ട് മദർസിൽ. അതിന് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. എന്തുകൊണ്ടറിയാം? അതിലുണ്ടാവും ചിലപ്പോൾ കാല് നന്നത്തൊക്കെ കയറ്റിച്ചാണ്ടുള്ള ചാട്ടവും ദഫൊക്കെ. ഇത് നമ്മൾ നിയന്ത്രിക്കണം. ചെറിയ കുട്ടികളെ കാരണം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവാം. അവരിതിന്റെ ഐറ്റംസ് കാട്ടാൻ വേണ്ടിയിട്ടേക്കാരം എന്താവാ ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല ഖൈർ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഒരു മുസ്ലിമിനെ നിന്ദിക്കുന്നതിൽ പെട്ട തന്നെയാണ് മാനസികമായി അയാളെ പ്രയാസപ്പെടുത്തുക. എന്ന് വെച്ചാൽ ഒരാളിൽ നിന്നൊരു തെറ്റെന്തെങ്കിലും സംഭവിച്ചു നോക്കിക്കോ, അത് പരസ്യമായിട്ട് തന്നെയാണ് തെറ്റ് സംഭവിച്ചത്. ഉദാഹരണത്തിന് ഒരാൾ ഒരു വീഡിയോ ഉണ്ടാക്കി. ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ യൂട്യൂബ് തുറന്നാൽ കാണുന്നത് ഇത് മാത്രമാണ്. ഞാൻ ഏതെങ്കിലും ഒരുത്തനെടുക്കും, എന്നിട്ട് ഓനെ കുറ്റം പറയാം, അല്ലെങ്കിൽ ഓനെ കളിയാക്കാം. അതിന് നമ്മൾ മീംസ് എന്ന് പറയും. ചിലപ്പോ ചില സമയത്തിൽ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കും, റിയാക്ഷൻ വീഡിയോ എന്ന് പറയും. ഇങ്ങനെ പല ഐറ്റംസ് പേര് വിളിച്ചു കണ്ടായിരിക്കും പറയാം. പക്ഷെ സംഗതി ഒക്കെ എന്താണ്? ആളെ കളിയാക്കലാണ്. ആളെ കളിയാക്കലാണ്. ഒരാള് വീണ് വളക്കി വീണ അയാൾക്ക് എത്ര വേദന ഉണ്ടാവും? അതെടുത്തിട്ട് ചിരിക്കാം ബാക്കിയുള്ളവരും. അയാൾക്ക് എത്ര വേദന ഉണ്ടാവും? അങ്ങനെ നമ്മൾ എത്ര വീഡിയോ കണ്ട് ചിരിച്ചിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മനുഷ്യനെ നിന്ദിക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ നിന്ദിക്കാൻ പാടില്ല. ഒരാൾക്ക് തെറ്റുണ്ടായാൽ അത് പരസ്യമായിട്ടല്ല പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. പരസ്യമായിട്ടല്ല, ഹിക്മത്തോടുകൂടെ പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അതിന് പ്രത്യേകമായ ഒരു വീഡിയോ ഒക്കെ ഇട്ട് അയാളുടെ ആ വീഡിയോന്റെ പേസ്റ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് കണ്ട പറഞ്ഞിട്ടോ എന്നിട്ട് അയാളെ തെറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോ ചിലപ്പോ ത്വരീഖത്തിന്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിപാടി എടുക്കുന്ന ആൾക്കാർ വേറെ കുറച്ച് ഇവർക്ക് ഫുള്ള് തന്നെ പരിപാടി. മഹത്തുക്കളെയും നല്ല നല്ല ആൾക്കാരെയും അല്ലാത്തവരെ പോലും ഞാൻ പറഞ്ഞ മനുഷ്യനെ കാര്യം പറഞ്ഞു. അല്ലാതെ ഈ മഹാന്മാരെ നിന്ദിക്കണോ മഹത്തുക്കളെ നിന്ദിക്കുന്ന വിഷയല്ല പറഞ്ഞു. മനുഷ്യനെ നിസ്സാരപ്പെടുത്തരുത് എന്നായി പറഞ്ഞതിനർത്ഥം. മനുഷ്യനായി പറഞ്ഞ ആരുണ്ടോ അവരെ നമ്മൾ നിസ്സാരപ്പെടുത്തണം. ആരായാലും അയാളെ കളിയാക്കുക. ഇതിന് നമ്മൾ അനുഭവിച്ചിട്ടേ മരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഖബറിന് അനുഭവിച്ചു. ഒരാളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചില്ലേ? നാളെ മഹ്ശറിൽ എത്തുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മനിൽ മുഫ്ലിസ്? ആരാണ് മുഫ്ലിസ്? പാപ്പരൻ എന്നതിന്റെ അർത്ഥം, ദരിദ്രൻ എന്നാണ് അർത്ഥം. സ്വഹാബത്ത് പറഞ്ഞു, കയ്യിൽ നയാ പൈസ ഇല്ലാത്ത ആൾക്കാരല്ലേ നബിയെ? അല്ലട്ടോ. എല്ലാ അമലും എല്ലാ ജമാഅത്തിനും പങ്കെടുക്കും, എല്ലാ നോമ്പ് നോൽക്കും, സുന്നത്തുകളൊക്കെ എടുക്കും. ഇങ്ങനെ എല്ലാ നിലക്കും നല്ല ഒരാളായി മരിച്ചുപോയ ഒരാള് അള്ളാഹു സ്വർഗത്തേക്ക് പറഞ്ഞു വെക്കുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ വരും, പഠിച്ചോനെ ഞാൻ ബുഗണ കണ്ട് ചിരിച്ച് എന്നെ കളിയാക്കിയ ആളാണ് അവന്, എന്നെ വീഡിയോ ഇട്ടിട്ട് എന്നെ നിസ്സാരപ്പെടുത്തിയ ആളാണ് അവന്.
അതുകൊണ്ട് അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടിട്ട് ഉപര വിട്ടാൽ മതി തന്നെ. അങ്ങനെയാണെങ്കിൽ അവന്റെ നന്മയിൽ കുറച്ച് കൊടുക്കാൻ പറയും. ഇങ്ങനെ ഓരോരുത്തർ വരും, വന്ന് ഇവന്റെ നന്മ മൊത്തം തീർന്നു പോകും. ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസാണിത്. ഒക്കെ തീർന്നു പോകും. ലാസ്റ്റ് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പറയും, ഇനി അവന്റെ നന്മയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെ തിന്മക്ക് അവൻ കൊടുത്തളി. ഇങ്ങനെ ഓരോരുത്തരും വരുന്ന തിന്മ അങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് അവസാനം നരകത്തിലേക്ക് എറിയപ്പെടുന്നവനായി മാറും. ഇവനാണ് മുഫ്ലിസ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ആ മനുഷ്യന്മാരോടുള്ള ഉത്തരവാദിത്വം വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം. നമുക്ക് ഒരാളെ കുറിച്ച് കുറ്റം പറയേണ്ടത് ഉണ്ടാവരുത്. എത്രത്തോളം നമ്മളെ സ്വന്തം മക്കളെ പോലും കുറ്റപ്പെടുത്തരുത്. സ്വന്തം മക്കളാണെങ്കിലും മരുക്കളാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഇവരെ നിസ്സാരപ്പെടുത്തി മറ്റുള്ളവർക്കിടയിൽ സംസാരിക്കരുത്. ഇതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് കഴിച്ചിലാവാൻ കഴിയൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കാൻ